കേരളത്തിലെ പൊതുവിതരണ ശൃംഖലയുടെ നട്ടെല്ലായ റേഷൻ വ്യാപാരികളുടെ ദീർഘകാല ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെ വേതന വ്യവസ്ഥയിലും പ്രവർത്തന രീതിയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ്. നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളും ജീവിത ചെലവും മുൻനിർത്തി റേഷൻ വ്യാപാരികൾക്ക് മാന്യമായ ഒരു വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ പാക്കേജ് വിഭാവനം ചെയ്തിരിക്കുന്നത്. റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കുന്നത്, കടത്തുന്നതും അവയുടെ എണ്ണം പുനഃക്രമീകരിക്കുന്നതും കണ്ടെത്തുന്നതും നിർണായകമായ ശുപാർശകളാണ് ഭക്ഷ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും അതുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളും ഇവയാണ്. നിലവിലെ കേരളത്തിലെ റേഷൻ വ്യാപാരികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തുച്ഛമായ കമ്മീഷൻ നിരക്കാണ്. ഇത് പരിഹരിക്കുന്നതിനായി ചുരുങ്ങിയത് 45 ക്വിന്റൽ ധാന്യം വിതരണം ചെയ്യുന്ന ഒരു വ്യാപാരിക്ക് മാന്യമായ ഒരു പ്രതിമാസ വരുമാനം ഉറപ്പാക്കുന്ന രീതിയിലാണ് പുതിയ പാക്കേജ് തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ 45 ക്വിന്റൽ വിൽപ്പനയുള്ള വ്യാപാരിക്ക് ലഭിക്കുന്ന 18,000 രൂപ എന്ന തുക 20,000 മുതൽ 21,000 രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. എന്നാൽ സമിതി സമർപ്പിച്ച ശുപാർശയിൽ ഇത് 22,500 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ധനവകുപ്പിന്റെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ കാരണമാണ് ഇത് ഭാഗികമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. 45 ക്വിന്റലിന് മുകളിൽ വരുന്ന ഓരോ ക്വിന്റലിനും നിലവിൽ ലഭിക്കുന്ന കമ്മീഷൻ 150 രൂപയാണ്. ഇത് 170 രൂപ മുതൽ 180 രൂപ വരെ ആക്കി വർദ്ധിപ്പിക്കും. സമിതിയുടെ ശുപാർശ പ്രകാരം ഇത് 200 രൂപയാക്കണമെന്നായിരുന്നു ആവശ്യം. ധാന്യങ്ങൾക്ക് പുറമെ പഞ്ചസാരയുടെ കമ്മീഷൻ കിലോയ്ക്ക് 1.50 രൂപയും മണ്ണെണ്ണയുടെ കമ്മീഷൻ ലിറ്ററിന് 5 രൂപയും വർദ്ധിപ്പിക്കാൻ ശുപാർശ ചെയ്യുന്നുണ്ട്. ഇത് വ്യാപാരികളുടെ മൊത്തത്തിലുള്ള ലാഭക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വ്യാപാരികളുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കുമ്പോൾ സർക്കാരിനുണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത മറികടക്കാൻ പ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് നീലക്കാർഡ് ഉടമകൾക്കുള്ള അരിയുടെ വില വർദ്ധിപ്പിക്കുക എന്നതാണ്. നിലവിൽ നീലക്കാർഡുകാർക്ക് പ്രയോറിറ്റി സബ്സിഡി കിലോയ്ക്ക് 4 രൂപ നിരക്കിലാണ് അരി. ഇത് 6 രൂപയായി വർദ്ധിപ്പിക്കാനാണ് ആലോചന. ഇതിലൂടെ ലഭിക്കുന്ന അധിക വരുമാനം വ്യാപാരികളുടെ കമ്മീഷൻ വർധനവിനായി വിനിയോഗിക്കാൻ സാധിക്കും. എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഇത്തരം വില വർധനവ് അതൃപ്തി ഉണ്ടാക്കുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ട്. അപ്രകാരം വളരെ കരുതലോടെ മാത്രമായിരിക്കും ഈ നീക്കം നടപ്പിലാക്കുക. റേഷൻ കടകളുടെ പുനഃക്രമീകരണം സംവിധാനത്തെ കൂടുതൽ ലാഭകരവും കാര്യക്ഷമവുമാക്കുന്നതിന് കടകളുടെ എണ്ണം കുറയ്ക്കണമെന്ന വിപ്ലവകരമായ നിർദ്ദേശമാണ് സമിതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം 13,872 റേഷൻ കടകളാണുള്ളത്. ഇത് 10,000 കുറയ്ക്കാനാണ് ശുപാർശ. വിൽപ്പന കുറഞ്ഞ കടകൾ നിലനിൽക്കുന്നത് വ്യാപാരികൾക്കും സർക്കാരിനും ഒരുപോലെ നഷ്ടമുണ്ടാക്കുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണിത്. പ്രതിമാസം 15 ക്വിന്റലിൽ താഴെ മാത്രം വിൽപ്പനയുള്ള കടകൾ ലാഭകരമല്ല. കടകൾ നിർത്തലാക്കുകയും അവയെ തൊട്ടടുത്തുള്ള വലിയ കടകളുമായി ലയിപ്പിക്കുകയും വേണം. ഇതുവഴി വ്യാപാരികൾക്ക് കൂടുതൽ പണം ലഭിക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരാളുടെ പേരിൽ തന്നെ ഒന്നിലധികം ലൈസൻസുകൾ ഉണ്ടെങ്കിൽ അവയൊരു കടയായി ലയിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. ഇത് ഭരണപരമായ സങ്കീർണതകൾ കുറയ്ക്കാൻ സഹായിക്കും. നിയമപരമായ ഇളവുകളും ക്ഷേമനിധിയും വ്യാപാരികളുടെ ജോലിഭാരവും സാമ്പത്തിക ബാധ്യതയും കുറയ്ക്കുന്നതിന് മറ്റു ചില നിർദ്ദേശങ്ങളും സമിതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. നിലവിൽ റേഷൻ കടകൾ ലൈസൻസ് നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലൈസൻസ് ആവശ്യമാണ്. ഇത് ഒഴിവാക്കണമെന്നതാണ് വ്യാപാരികളുടെ പ്രധാന ആവശ്യം. വെള്ളക്കാർഡ് ഉടമകൾക്ക് അരിയുടെ വിലയിൽ നിശ്ചിത ശതമാനം വ്യാപാരി ക്ഷേമനിധിയിലേക്ക് നൽകണമെന്ന നിർദ്ദേശവും സമിതി പരിഗണിക്കുന്നുണ്ട്. ഇത് വ്യാപാരികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിലെ കൺട്രോളർ ഓഫ് റേഷനിംഗ് വിജിലൻസ് ഓഫീസർ, ലോ ഓഫീസർ എന്നിവരടങ്ങുന്ന ഉന്നതതല സമിതിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. നിലവിൽ ഈ റിപ്പോർട്ട് ധനവകുപ്പിന്റെ അന്തിമ പരിശോധനയിലാണ്. അടുത്ത മാസം ധനവകുപ്പിലെയും ഭക്ഷ്യവകുപ്പിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തുന്ന ചർച്ചയിൽ പാക്കേജിന് അന്തിമ രൂപമാകും. ഇതിനുശേഷം ഭക്ഷ്യമന്ത്രി GR അനിൽ റേഷൻ വ്യാപാരി സംഘടനകളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തും. വ്യാപാരി ആവശ്യങ്ങളും സർക്കാരിന്റെ പരിമിതികളും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തിയ ശേഷം മാത്രമേ സാമ്പത്തിക പ്രഖ്യാപനം ഉണ്ടാകൂ. കേരളത്തിലെ റേഷൻ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. വേതന വർധനവ് നടപ്പിലാക്കുന്നതിലൂടെ വ്യാപാരികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അതുവഴി പൊതുവിതരണ സംവിധാനം കൂടുതൽ സുതാര്യമായി കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ഉപഭോക്താക്കൾക്ക് അമിത ഭാരം നൽകാതെ തന്നെ വ്യാപാരികളുടെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാം എന്നതാണ് സർക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളി.